നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് ഒരു ടേബിളായി. നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ഇത് വെറുതെ ഇതിനടിയിൽ ഒരു ലോക്കുണ്ട്, ആ ലോക്ക് വലിച്ചിട്ട് ഇത് താഴോട്ട് ആക്കിയാൽ മതി. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ഒരു ഫോൾഡിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പോവാണ്. അതായത് വീട്ടിൽ ഈ സ്ഥലപരിമിതികളുള്ളവർക്ക്, അതായത് റൂമിൽ സ്പേസ് കുറവുള്ളവർക്ക് ഒരു ടേബിളിൻ്റെ ആവശ്യമുണ്ട്, പക്ഷേ ഇടാൻ സ്ഥലമില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഫോൾഡബിൾ ടേബിൾ, ഫോൾഡ് ചെയ്യാവുന്ന ടേബിൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ മടക്കി നമുക്ക് വെക്കാവുന്ന ടൈപ്പ് ഒരു ടേബിളാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കതിന് എന്തൊക്കെ വേണമെന്ന് ഉള്ള കാര്യങ്ങളെപ്പറ്റി നോക്കാം. നമുക്കിതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ബ്രാക്കറ്റാണ്. കണ്ടോ, ഈ ബ്രാക്കറ്റ് ഇങ്ങനെ നൂർത്ത് കഴിഞ്ഞാൽ സ്റ്റഡിയായിട്ട് നിൽക്കും. അത് റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു ബട്ടണുണ്ട്, അതിലിങ്ങനെ വെച്ചിട്ട് മടക്കും. ഈ ഒരു ബ്രാക്കറ്റാണ് നമുക്ക് ഇതിനകത്ത് അത്യാവശ്യമായിട്ട് വേണ്ട സാധനം. അതായത് നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കുന്ന എപ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ടേബിൾ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പം ഇതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ ഇതിൻ്റെ ടോപ്പിലെ ബോർഡായിട്ട് നമുക്ക് പല പ്ലൈവുഡോ അല്ലെങ്കിൽ MDF, HDF അങ്ങനത്തെ എന്ത് മൾട്ടിവുഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ എനിക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് ഉള്ളതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി മെറ്റീരിയൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് 1.25 ലിപ് സെഷൻ, അതായത് ACB കയറി കിടക്കുന്ന ലിപ് സെഷനും അതിൻ്റെ 4 കോർണർ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ നമുക്ക് തുണി തേക്കാനോ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ പ്ലൈയോ അതുപോലുള്ള ബോർഡുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ടോപ്പ് റെഡിയാക്കിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ പണി കുറച്ച് ആയിട്ടുണ്ട്, നമ്മുടെ ടോപ്പിൻ്റെ പണി. അപ്പോൾ നിങ്ങൾ അലുമിനിയത്തെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ 2 ലിപ് സെഷൻ കട്ട് ചെയ്ത്, ഇതിപ്പോൾ ഞാൻ 3 അടിക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കൂടുതൽ ചെയ്യേണ്ട നീളത്തിൽ ചെയ്യുന്നവർക്ക് ചെയ്യാം. എനിക്കിവിടെ 3 അടിക്കുള്ള സ്പേസേ ഉള്ളൂ. അതുകൊണ്ട് 3 അടി ഒരു 3 അടി പീസും വിഡ്ത്ത് പീസും, ഇത് വിഡ്ത്ത് പീസാണ്, ഇത് നീളത്തിലുള്ള പീസാണ്. അപ്പോൾ ഇത് ഇതുപോലെ കോർണർ അടിച്ച് ഇത് 2 ക്രോസ് വേണം. അപ്പോൾ ഈ 2 ക്രോസിന് വേണ്ടി നമ്മൾ 2 ക്ലീറ്റ് ആംഗിൾ പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 2 സ്റ്റമ്പ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോസ് ഇവിടെ നമുക്കിങ്ങനെ പിടിപ്പിക്കാനുള്ളതാണ്. ഈ ക്രോസിലാണ് നമ്മൾ എപ്കോയുടെ ഈ ഫോൾഡബിൾ ചാനൽ നമ്മൾ ഈ ഒരു ക്രോസിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ക്രോസ് ഉറപ്പായിട്ടും നമുക്ക് വേണം അലുമിനിയത്തെ ചെയ്യുന്നവർക്ക്. മൾട്ടിവുഡിലോ MDF-ലൊക്കെ ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് സ്ക്രൂ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. ഇത് ഷീറ്റ് കൊണ്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളുടെ ടേബിൾ ടോപ്പ് റെഡിയാണ്. ടേബിൾ ടോപ്പ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വുഡ് ഫിനിഷിൻ്റെ ഒരു ഷീറ്റ് നമ്മുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടേബിളിൻ്റെ ടോപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ അടുത്ത ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചിട്ടിട്ട് ഈ 2 ചാനലിൽ ഈ കാലിൽ നമ്മൾ ഇതിൻ്റെ ഈ സ്വിച്ചുള്ള ഭാഗം, അതായത് ഈ നമ്മുടെ ബട്ടൺ, ഇത് ഫോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ബട്ടൺ വലിച്ചിട്ടാണ് ഇത് ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബട്ടണുള്ള ഭാഗം നമുക്ക് അവിടെ വരണം. അതായത് ഇതിങ്ങനെ നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് ഒരു ലെവലാക്കിയിട്ട് ഈ ഇതിനകത്ത് കാണുന്ന ഹോളുകളിൽ നമുക്ക് സ്ക്രൂ ചെയ്യുമോ റിബേറ്റോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് നമുക്കിത് രണ്ടും ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ ആ ചാനൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, 2 ചാനൽ ഇതുപോലെ സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ എൻ്റെ ടേബിൾ ചെറുതാണ്, അപ്പോൾ നിങ്ങളുടെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് ഇത് അകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ടേബിൾ ചെറുതായതുകൊണ്ട് എനിക്ക് ഇത്രതിൻ്റെ ആവശ്യമുള്ളൂ. 3 അടി നീളമുള്ള ടേബിളാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വീതി നമ്മൾ ഒരുപാട് കൂട്ടരുത്. ഒരുപാട് കൂട്ടിയാൽ നമുക്ക് ആ
ആ ഒരു ചാനലിൻ്റെ ബട്ടൺ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ ഒരുപാട് കൈ അകത്തോട്ടിട്ട് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഒരു നീളം തന്നെ ഇപ്പം ചാനൽ ലെവലിൽ നിന്ന് ഒരുപാട് അകത്താണ് നിൽക്കുന്നത്. അപ്പം കണ്ടോ, എൻ്റെ ഒരു ഏകദേശം 21.5 ഇഞ്ചൊക്കെ എൻ്റെ ഇന്ന് വരുന്നുള്ളൂ. ഏകദേശം അത്രയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ വീതി മതി. പിന്നെ നീളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ കൂട്ടാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്നത് കാണാം. അതിനു മുമ്പ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് വെറുതെ പോവാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വെറുതെ പോകരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമുക്ക് വേണ്ട ഹോള് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ്ട് അവിടെ നമ്മൾ ഓരോന്നായി ഡ്രിൽ ചെയ്യുക. നമ്മൾ ഹോൾ അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഫിഷർ വാൾപ്പഗ് അത് നമുക്ക് ഭിത്തിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സ്ക്രൂ പിടിച്ചിരിക്കില്ല. നമ്മൾ 4 ഹോളിലും ഓരോ പ്ലഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഊരിപ്പോരും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ അല്പം 2.5 ഇഞ്ചിൻ്റെ വലിയ സ്ക്രൂ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫോൾഡിംഗ് ടേബിൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ഇതുപോലെ മടക്കി വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇതൊന്ന് വെറുതെ മൂർത്താൽ മാത്രം മതി. നമ്മൾ ഇത് താക്കാൻ വേണ്ടി മാത്രം നമ്മൾ ബട്ടൺ യൂസ് ചെയ്താൽ മതി. അല്ലാതെ വെറുതെ പൊക്കി കഴിഞ്ഞാൽ അത് തന്നെ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും. ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് വലിക്കാൻ, അപ്പോൾ അത് ഇതിൻ്റെയും കൂടെ ഒരുമിച്ച് നമ്മൾ വലിച്ചിട്ട് എന്നാലും ഇത് ഓട്ടോമാറ്റിക്കലി ഇതുണ്ട് ലോക്ക് ഇതാവും, അൺലോക്ക് ആവും. എന്നിട്ട് പതുക്കെ നമ്മളങ്ങ് വിട്ടാൽ മതി. എന്നിട്ട് വീണ്ടും ഓപ്പൺ ആക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ പൊക്കിയാൽ മതി. പൊക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ലോക്കാവും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫോൾഡിംഗ് ടേബിൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടേബിള് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം. ബൈ.